എന്നോട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാട് നാളായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വീല്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇട്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയിലെ രണ്ടാമത്തെ പുതിയ അലോയ് വീലാണ്. ആദ്യം നമ്മുടെ വണ്ടിയിൽ ഒരു 13 ഇഞ്ചിൻ്റെ അലോയ് വീൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തോട്ട് കിടന്നുകൊണ്ട് തന്നെ ആ ഒരു വീല് മാറ്റിയിട്ട് നമ്മൾ 12 ഇഞ്ച് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകുന്ന സെയിം അളവിൽ തന്നെ 12 ഇഞ്ച് അലോയ് വീലാണ് നമ്മുടെ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യമാണ് ഇതൊന്ന് മാറ്റി പിടിക്കുക, ഒരു 13 ഇഞ്ച് അലോയ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നൊരു 13 ഇഞ്ച് അലോയ് വീല് നമ്മുടെ വണ്ടിക്ക് എടുക്കാൻ പോവുകയാണ്. 13 ഇഞ്ച് എന്ന് പറയുന്നത് കമ്പനി അലോയ്, OEM അലോയ് എന്ന് പറയും. അതായത് നമ്മുടെ വണ്ടിയിൽ ഈ മാരുതിയുടെ തന്നെ നമ്മുടെ എസ്റ്റീം ഉണ്ടല്ലോ, ആ എസ്റ്റീമിൽ വരുന്ന 13 ഇഞ്ച് 5J അലോയ് നമുക്കൊരെണ്ണം തിരുവല്ലയിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ കണ്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇന്ന് സംസാരിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മളത് എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് പറയാൻ ഓർത്തു. അപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എങ്ങനെയാണ് ഒരു അലോയ് വീൽ എടുക്കുന്നതെന്ന്. അതായത് നമ്മുടെ അലോയിൽ ഇപ്പം അലോയ് വീൽ ഇടുന്നതിൽ ഏറ്റവും പ്രശ്നം, അതായത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തേക്കുള്ള ചാട്ടമാണ്. അപ്പോൾ ആ ഒരു ചാട്ടം എങ്ങനെ ഒഴിവാക്കാം, അതെങ്ങനെ സെലക്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ PCD ആണ്. അതായത് നമ്മുടെ ഈ ഓരോ അലോയ് വീലിൻ്റെ ഹോളിന് ഓരോ അളവുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ 114 PCD ആണ്. അതേപോലെ 100 PCD, ഓൾട്ടോയ്ക്കൊക്കെ 100 PCD ആണ്. അപ്പോൾ അങ്ങനെ PCD ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊറിയർ ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും ഈ അലോയ് വീൽ നമ്മുടെ വണ്ടിയുടെ ഹോളുമായിട്ട് കറക്റ്റ് ആവാതെ വരുന്നത്. അപ്പോൾ PCD ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം J സൈസ്, അതായത് നമ്മുടെ വണ്ടിയുടെ ചാട്ടം, അലോയുടെ ചാട്ടമാണ് ഈ J സൈസ്. പിന്നെ കോൺവെക്സ്, കോൺകേവ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ J സൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി കിടന്നിരുന്നത് പഴയ അലോയ് 13 ഇഞ്ച് 5.5J ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോയ് ഇച്ചിരി വീതി കൂടുതലാണ്, പുറത്തേക്ക് ചാടിക്കിടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രശ്നമായിരുന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ എടുക്കാൻ പോണ അലോയ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മാരുതിയുടെ തന്നെ അലോയ്, അതായത് 5J അലോയ്സ് ആണ്. നമ്മുടെ മാരുതിക്ക് തന്നെ വരുന്ന 5J അലോയ്സ്, എസ്റ്റീമിൻ്റെ അലോയ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി ഒരിക്കലും ബോഡിയിൽ നിന്ന് പുറത്തിറക്കുന്ന രീതി ഇറക്കത്തില്ലോ അലോയ്. അപ്പോൾ നമുക്ക് പക്കാ ബോഡി ഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അലോയ് ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അലോയ് വീലും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ എല്ലാം ഇട്ട് നോക്കി പക്കാ ബോഡി വീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നേരെ ടയർ ഇച്ചിരി മോശമാണ്. അപ്പോൾ ഞാനവിടെ ടയർ എന്തായാലും മാറിയേക്കാൻ ഓർത്തു. അങ്ങനെ ടയർ മാറാനായിട്ട് നമ്മൾ നേരെ കോട്ടയത്ത് ഉള്ള നമ്മുടെ നേരത്തെ നമ്മൾ അലോയ്സ് എടുത്ത കടയിലേക്ക് പോവുകയാണ്, പറപ്പള്ളി ടയേഴ്സ്. നമ്മുടെ പഴയ വീൽ അവിടെ കൊടുക്കുവാണ് കേട്ടോ, പഴയ വീൽ അവിടെ കൊടുത്തേക്കുവാണ്. കാരണം 12 ഇഞ്ചാണ്. അപ്പോൾ പുള്ളി എനിക്കൊരു വില പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വിലയ്ക്ക് നമ്മൾ എന്തായാലും ടയർ മാറാൻ പോവാണ്. പുള്ളി ടയർ അത്യാവശ്യം ഒരു ടയറുള്ളൂ നല്ലത്, ബാക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും കട്ടയോ എന്നാലും വേണ്ട ടയർ പുത്തൻ ടയർ ഇട്ടേക്കാൻ തോന്നുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അലോയ് അങ്ങനെ നമ്മുടെ കോട്ടയത്തെ പറപ്പള്ളി ടയേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അലോയ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ സ്റ്റോക്ക് വീല് നമ്മളിവിടെ കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റോക്കല്ല, നമ്മുടെ 12 ഇഞ്ച് അലോയ് ഇവിടെ വിൽക്കുകയാണ്. പുള്ളി എടുത്തോളാം എന്ന് പറഞ്ഞു. നമുക്ക് കണ്ട് എന്തോ ടയറോ അല്ലല്ല വീല് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുവാണ്. നമ്മൾ എന്നിട്ട് നമ്മുടെ 13 ഇഞ്ചിലോട്ട് ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പർ സൈഡ് ഇട്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, പക്കാ ബോഡി ലെവൽ, 1 ഇഞ്ച് പോലും ചാട്ടമില്ല, പക്കാ ബോഡി ലെവലിൽ കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇത്രയും നാൾ നമ്മൾ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം നമുക്ക് ഐറ്റം കിട്ടിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പറപ്പള്ളി ടയർസിലാണ് നിൽക്കുന്നത്, കോട്ടയത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ 2 അലോയ് എടുത്തിരുന്നത്. അപ്പോൾ ചേട്ടാ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു അലോയ് വേണമെങ്കിൽ നമുക്ക് ഏത് കൊടുക്കാൻ സാധിക്കും? ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യൻ മെയ്ഡ് ആണ്. 2024 BIS സർട്ടിഫിക്കേഷൻ വന്നു, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇന്ത്യൻ മെയ്ഡ് വരുന്ന അലോയ്സ് മാത്രമേ ഇന്ത്യൻ തൊട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഏതാണ് ബ്രാൻഡ് ഏതാണ്? യൂനോ മിൻഡ എന്ന് പറയുന്ന OE ഇന്ത്യൻ വീൽസിന്റെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള നിയോ ഉണ്ട്. നമ്മുടെ വണ്ടി നിയോ നമ്മൾ ആദ്യം ഇട്ടത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മെയ്ഡിൽ ഏറ്റവും കൂടുതൽ ജെനുവിൻ മെയ്ഡായിട്ടുള്ള യൂനോ മിൻഡയും നിയോയുമാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ PIW പവർ ഇന്ത്യ വീൽസ് എന്നും പറഞ്ഞ് 3ാമത്തെ ബ്രാൻഡാണ്. ഇത് 3മാണ് മെയിനായിട്ട് നമ്മളിപ്പം കേരളത്തിൽ ചെയ്യുന്നത്. പിന്നെ G-Max, വോസനെ, മാറ്റി എല്ലാം ചെയ്യുന്നത്. ആവശ്യമുള്ള റിക്വയർമെന്റ് ഏതാണോ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും അല്ലെ. നമ്മുടെ വണ്ടി തന്നിരുന്നത് 12 ഇഞ്ചാണ്. നമ്മളിപ്പോ 13. അതായത് നമ്മുടെ വണ്ടി പഴയ കിടന്ന വീല് എടുത്തിട്ട് നമുക്ക് അതിന് ടയർ വരുവാണ്, ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതും അലോയും ഇടാം. 12 ഇഞ്ച് വരെയുള്ള എല്ലാ വണ്ടികളുടെയും ഫാൻസി മോഡലും OEസും നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പോഴാണ് ശരിക്കും മനസമാധാനത്തോടു കൂടി നമ്മുടെ വണ്ടിയിൽ ഒരു അലോയ് വീല് നമ്മൾ ഇട്ടത്. അങ്ങനെ വേണം പറയാൻ. കാരണം എന്താ അറിയാമോ,
പക്കാ ബോഡി ലെവലിൽ 13 ഇഞ്ച് അലോയ്. അന്തസ്. നാളെ ഇനി നമ്മൾ പോയി നമ്മുടെ അലോയ് പെയിന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. നമ്മുടെ അലോയ്സിന്റെ പെയിന്റ് അടി ഇവിടം വരെ ആയിട്ടുണ്ട്. ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ സംഭവം ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് പെയിന്റ് പോയി ചെയ്യുക, അതൊക്കെ നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. നമ്മുടെ അലോയ് വീൽ അങ്ങനെ തിരിച്ച് നമ്മുടെ പെയിന്റ് ചെയ്ത് നല്ല നീറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ ചിക്കുവളിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീല്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു കപ്പ് കൂടെ മേടിച്ചിട്ടുണ്ട്. കണ്ടത് നമ്മുടെ വീൽ കപ്പാണ്. അതായത് വീലിൻ്റെ ഈ ഒരു പോർഷനാണ്, ഈ റൗണ്ടിലിടുന്ന കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയപ്പോൾ ഈ ടൈപ്പ് അല്ലായിരുന്നു. ഒരു ഇവിടെ നോർമൽ ഒരു F1 റേസിംഗ് എന്നൊക്കെ എഴുതിയൊരു കപ്പായിരുന്നു. നമ്മളതിൽ സ്റ്റീലിൻ്റെ ഈ ഒരു മെറ്റൽ ടൈപ്പ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് സുസുക്കിയുടെ ലോഗോ ചെയ്തതാണ്. ഇതാണ് ഇതേപോലെ ഫിറ്റ് ആവും. നമ്മുടെ ടയർ സെറ്റ് ചെയ്യാൻ പോവാണ്. കപ്പൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നീറ്റാക്കി. അപ്പോൾ ചിക്കു നമ്മുടെ പഴയ സ്റ്റോക്ക് വീൽ അഴിക്കുവാണ്. നമ്മുടെ അലോയ് ചിക്കു സെറ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക് നമ്മൾ 165 ടയറായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വീതി തോന്നുന്നു. മോനെ, ഒരുപാട് നാളായിട്ട് എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടി കിടക്കുന്ന ആ ഒരു അലോയ് വീൽ ഒന്ന് മാറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ 12 ഇഞ്ച് വീലായിരുന്നു ഇത്രയും നാൾ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ 13 ഇഞ്ച് വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു തരി പോലും ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വീല്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പുതുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന അലോയ് വീല്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു വീലിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം. മാരുതി തന്നെ ഇറക്കിയിരിക്കുന്ന അലോയ് വീൽ ആയതുകൊണ്ട് തന്നെ ഒരു തരി ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ചാടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ വീല് ഒരു തരി പോലും ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മെയിനായിട്ട് ഈ ഒരു സെന്ന് അങ്ങനെ മാരുതി ഓൾട്ടോ 800 അതേപോലെ കേട്ടൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ഭാഗം വന്ന് ഇങ്ങനെ ചേർന്നാണ് ഇരിക്കുന്നത്. ബാക്കിനെക്കാട്ടി വീതി കുറവാണ് ഈ ഫ്രണ്ട് ഭാഗത്തിന്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വീല് എപ്പോഴും പുറത്തായിരിക്കും നമ്മൾ ഏത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഇട്ടാലും. അപ്പോൾ ഈ ഒരു OEM അലോയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീല് ഒരു തരി പോലും പുറത്തേക്ക് ചാടാതെ തന്നെ നമുക്ക് കറക്റ്റ് ബോഡി ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെന്നിൽ നിങ്ങളിപ്പോൾ ഈ ഒരു എസ്റ്റീമിൻ്റെ വീൽ ഇടുകയാണെങ്കിൽ 13 ഇഞ്ചാണ്. 15 ഇഞ്ചിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി തട്ടാനും കാര്യങ്ങളൊക്കെ വളരെയധികം ചാൻസ് ഉള്ളൂ. കാരണം നമ്മൾ ഈ ഒരു വണ്ടി ഫാമിലി യൂസ് കൂടെ ഉള്ളതാണ്. അപ്പോൾ 3 പേരും 4 പേരൊക്കെ ചിലപ്പോൾ ബാക്കിൽ കയറുന്ന സമയത്തും നമുക്ക് ഈ ഒരു വീല് ഓടുന്ന വഴിക്ക് ബോഡി തട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 13 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഇനി 15 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളാരും പറയരുത്, കാരണം ഞാൻ 15 ഇഞ്ച് ഇടത്തില്ല. ഓക്കെ, കഴിവതും നിങ്ങളുടെ ബോഡിയുടെ ഉള്ളിൽ കിടക്കുന്ന വീലുകൾ തന്നെ നിങ്ങളുടെ വണ്ടിയിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു 5J അലോയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടയർ സൈസിൻ്റെ കാര്യം നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത് 155 65 R13 ആണ്. അതേപോലെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്കിൽ ഇച്ചിരി കൂടെ വീതിയുള്ള ടയറാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഫ്രണ്ടിൽ നമുക്ക് ബോഡിയിൽ നിന്ന് പുറത്ത് ചാടാൻ പാടില്ല. അപ്പോൾ അലോയ് വീൽ എന്തായാലും ബോഡിയുടെ ലെവലാണ്. ടയർ ഒരു കാരണവശാലും മുഴപ്പ് നമുക്ക് പുറത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 155 നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ടയറിൻ്റെ വീതി. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ 165 ഇട്ടിരിക്കുന്നത്. 165 65 R13 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ വീതി കൂടുതലായിരിക്കും നമ്മുടെ ഈ ഒരു ബാക്കിലെ ടയറിന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് നിങ്ങളൊന്ന് ലൈവായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതായത് നോക്കിയാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു തരി പോലും ചാടാതെ പക്കാ ബോഡിയുടെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു ടയർ കിടക്കുന്നത്, ടയറും അലോയും കിടക്കുന്നത്. നമ്മൾ ഈ ഒരു അലോയ് വീല് വാങ്ങിയത് റാന്നിയിൽ നിന്നാണ്. റാന്നിയിലൊരു സെന്നി കിടന്നൊരു വീലാണ്. പുള്ളിക്കാരൻ AC കംപ്ലൈൻറ്റ് ആയപ്പോഴത്തേക്കും റെഡിയാക്കാനായിട്ട് അവർ അലോയ് വീല് കൊടുത്തതാണ്, പൈസയുടെ ഇഷ്യൂ വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് പൈസ 21,000 രൂപയ്ക്കാണ് ഈ ഒരു അലോയ് വീലും. അതിൽ ടയർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ 2 ടയർ മാത്രമേ നല്ലതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരു ടയർ നമ്മൾ ഫ്രണ്ടിലിട്ടുണ്ട്, ബാക്കി 3 ടയർ നമ്മൾ മാറി. നമ്മുടെ പഴയ കയ്യിലിരുന്ന അലോയ് വീല് നമ്മുടെ കോട്ടയത്തെ പറപ്പള്ളി കൊണ്ട് നമ്മൾ കൊടുത്തു. അവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ബാക്കി 3 ടയർ ഇട്ടിരിക്കുന്നത്. ഒരു ടയർ മാത്രമേ നമ്മുടെ പഴയ ടയറുള്ളൂ. തന്നെ നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ കിഡിലൻ 2 അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിരിക്കേണ്ട 2 കിഡിലൻ അപ്ഡേഷൻസ് ആണ്. ഒരു പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സബ് വൂഫർ നമ്മൾ മാറിയിട്ടുണ്ട്, ഒരു കിണ്ണം കാച്ചി ഐറ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നമ്മുടെ സബിൻ്റെയും നമ്മുടെ വണ്ടിനകത്ത് ചെയ്തിട്ടുള്ള ആ ഒരു മാരക മാറ്റത്തിൻ്റെ എല്ലാം ആയിരിക്കും. ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.